വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യെശയ്യാ പ്രവചന പുസ്തക പഠനത്തിന്റെ 9ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം. യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ 9ാമത്തെ പഠനത്തിൽ നാം ഇപ്പോൾ 5ാം അധ്യായത്തിലാണ്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട്, മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഗാനം. 5ാം അധ്യായം യെശയ്യാവ് വ്യക്തമായൊരു പാഠം മുന്തിരിത്തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതവിടെ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുക, വളർത്തിയെടുക്കുക. ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, അവരെ തന്നെ ഉപമിക്കാൻ, കാണാൻ കഴിയുന്ന ഒരു ഉപമയാണ് ഇവിടെ കർത്താവ് അവതരിപ്പിച്ചത്. കാരണം എല്ലാ തരത്തിലുള്ള നശീകരണ അവസ്ഥകളിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും മുന്തിരിത്തോട്ട് സംരക്ഷിച്ച് വളർത്തുന്നവർ അവിടെ നല്ല വിളവുണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട്, അത് സമൃദ്ധിയുടെ അനുഗ്രഹമായിട്ട് അവർ കണ്ടുവരുന്നു. ഇവിടെ വാസ്തവത്തിൽ ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. 1-2 വാക്യങ്ങൾ ആദ്യം വായിച്ചാരംഭിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 5ാം അധ്യായം. ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. അതുകൊണ്ടാണ് ഇത് പാട്ട് എന്ന് വിളിച്ചത്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായി. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പിറക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിത് ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങ അത്രേ. ഇതാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ. എൻ്റെ പ്രിയതമന്, എൻ്റെ പ്രിയന്, പ്രിയതമന് എന്നൊക്കെ പറയുന്ന പ്രയോഗം എബ്രായ പദത്തിൽ 40-ലധികം തവണ ഉത്തമഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രയോഗമാണ് പ്രിയതമൻ, പ്രിയൻ. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയാൻ, ദൈവജനത്തെക്കുറിച്ച് പറയാനായിട്ട് ആവർത്തന പുസ്തകത്തിലും സങ്കീർത്തനത്തിലൊക്കെ ഉപയോഗിച്ചുള്ളത് നമ്മൾ കണ്ടു. വളരെ കഠിന അധ്വാനം ചെയ്തു ഈ തോട്ടക്കാരൻ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി നിലമൊരുക്കുവാൻ. വളരെയധികം കഠിനാധ്വാനം ചെയ്തു ആ നിലമൊരുക്കി അതിന് പാകപ്പെടുത്തുവാൻ. എല്ലാ വിധത്തിലും അത് വേണ്ടതെല്ലാം ചെയ്തു. മുന്തിരിങ്ങ ചക്ക നട്ടു, ഗോപുരം അവിടെ ഉണ്ടാക്കി, എന്നിട്ട് ഏറ്റവും നല്ല മുന്തിരി വള്ളി കൊണ്ടുവന്ന് അവിടെ നട്ടു. കുറഞ്ഞ പക്ഷം 2 വർഷം എടുക്കും മുന്തിരി വള്ളി വളർന്ന് കിളിർത്ത് അത് ഫലം കായ്ക്കുന്ന അവസ്ഥയിലെത്താൻ 2 വർഷത്തിൻ്റെ കാലാവധി. ഈ 2 വർഷവും ഈ തോട്ടക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, അതിൻ്റെ നടുവിൽ അധ്വാനിക്കുകയാണ്, അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ എന്താണ് തിരിച്ചു കിട്ടിയത്? തിരിച്ചു കിട്ടിയത് കാട്ടുമുന്തിരിങ്ങ, ചീഞ്ഞളിഞ്ഞ അഴുകുന്ന കാട്ടുമുന്തിരിങ്ങ, കയ്പ് മാത്രമുള്ള കാട്ടുമുന്തിരിങ്ങ. ഒരു പ്രയോജനമില്ലാത്ത ഫലമാണ് തിരിച്ചു കിട്ടിയത്. ഇനി 3 മുതൽ 6 വരെ ന്യായവിധിയുടെ ശബ്ദം കേൾക്കാം. ദൈവം ഈ അവസ്ഥയ്ക്ക് തിരിച്ച് മറുപടി പറയും. 3 മുതൽ 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ഹൃദയത്തിൽ അടിവര ഇടേണ്ട ഒരു വാക്യമാണ്. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാനതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുത് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. 3 മുതൽ 6 വാക്യങ്ങളാണ് ന്യായവിധിക്കുള്ള ആഹ്വാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതാണ് അർഹിക്കുന്നത്. ഈ മുന്തിരിത്തോട്ടം ഇതാണ് അർഹിക്കുന്നത്. വേറെ ഒന്നും അവന് കൊടുക്കാനില്ല. ഇപ്പൊ 3 മുതൽ 6 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ മറുപടിയാണ്. യെരുശലേമിനെയും യഹൂദ ജനത്തെയും വിളിക്കുകയാണ്. അവരോടാണ് സംസാരിക്കുന്നത്. ദൈവം ഇന്ന് നമ്മോടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മളോടാണ് ദൈവം ഇടപെടുന്നത്. ദൈവം ഈ ഉപമയിലൂടെ ദൈവ മക്കളോടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ദൈവമക്കളെന്ന് പറയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അവർക്ക് തന്നെയാണ് ന്യായവിധി ചെയ്യുന്നത്. അവർക്ക് തന്നെയാണ് ന്യായവിധി ഒരുക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുകയല്ല.
ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവവചനം നമ്മെ തന്നെയാണ് വിധിക്കുന്നത്. ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് ദാവീദിന്റെ തിന്മകളെ ചൂണ്ടിക്കാണുമ്പോൾ ദാവീദിന് മനസ്സിലായി ഇത് എന്നോട് തന്നെയാണ്. ഒരു കഥ പോലെ ഒരു സംഭവം പറഞ്ഞു. പക്ഷെ ദാവീദ് കേട്ടപ്പോൾ മനസ്സിലായത് എന്നെ തന്നെ ദൈവം വിധിക്കുകയാണ്, എനിക്ക് എന്നെ കാണാൻ സഹായിക്കുകയാണ്. 2 ശമൂവേൽ 12:7 വാക്യങ്ങൾ. ഇവിടെ 4-ാമത്തെ വാക്യം, യെശയ്യാവിന്റെ പുസ്തകം 5-ാം 4-ാം വാക്യം, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? എന്താണ് അതിൻ്റെ ഉത്തരം? ഇനി ഒന്നും ചെയ്യാനില്ല. ഈ മുന്തിരിത്തോട്ടത്തെ ദൈവം ഒരുക്കിയെടുത്ത് ക്രമീകരിച്ച് മുന്തിരിങ്ങയുടെ ആ തോട്ടത്തിന് വേണ്ട നല്ല മുന്തിരിങ്ങ വള്ളി കൊണ്ട് നട്ട് ചക്കിട്ടു, ഗോപുരം പണിതു, വേലി കെട്ടി, കല്ല് പിറക്കി, നിലമൊരുക്കി, എല്ലാം ചെയ്ത് ഇതിനകത്ത് എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ ഇത് നിരാശാജനകമായിട്ടുള്ള നിക്ഷേപമായി പോയി. ഇത്ര വലിയ നിക്ഷേപം ഈ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി നിലത്ത് നടത്തിയത് വെറുതെയായി, പാഴായിപ്പോയി. പാഴായ നിക്ഷേപം. ഇതിനകത്ത് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനെ കുറ്റം പറയാൻ ഒന്നുമില്ല. ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ആ തോട്ടത്തിന് വേണ്ടി ചെയ്തു. ഈ ഉപമ കേൾക്കുന്ന, ഈ പാട്ട് കേൾക്കുന്ന കേൾവിക്കാർ, അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ മുന്തിരിത്തോട്ട ഉടമസ്ഥൻ എത്ര നിരാശയുള്ളവനാണ്. തകർന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ് തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്. ആ കേൾവിക്കാർ ചിലരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാകാം. വളരെ കഷ്ടപ്പെട്ട നിലപൊരുക്കി വാഴയാകാം, മറ്റെന്തെങ്കിലും കൃഷികളൊക്കെ നടത്തിയിട്ട് അവസാന വിളവെടുപ്പിന് മുമ്പിൽ നശിച്ചു പോകുന്നത്, എല്ലാം ചീഞ്ഞളിഞ്ഞു പോകുന്നത്, ചെള്ളും മറ്റും കയറി നശിച്ചു പോകുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്ന അവസാനം? 5-6 വാക്യങ്ങളിൽ ദൈവം മുന്തിരിത്തോട്ടത്തെ മറക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്, അത് ശൂന്യമാവുകയാണ്. എൻ്റെ വേലിയൊക്കെ പൊളിച്ചു കളയുകയാണ്, അത് തിന്നുപോവുകയാണ്. ഞാനതിൻ്റെ മതിലിടിച്ചു കിടന്ന് കാട്ടുമൃഗങ്ങൾ കയറി ഇറങ്ങും, അത് നശിപ്പിച്ചു കളയുക ദൈവങ്ങൾ. കാരണം നല്ല മുന്തിരിങ്ങ ഫലം കാത്തിരുന്നിട്ട് കിട്ടിയത് കാട്ടുമുന്തിരിങ്ങ. കയ്പാണ് കാട്ടുമുന്തിരിങ്ങ, ചെയ്യുന്നതാണ് പെട്ടെന്ന്. 7-ാമത്തെ വാക്യം അവരുടെ ന്യായവിധി ഇങ്ങനെ പറയും, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവൻ്റെ മനോഹരമായി നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം, നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. അപ്പൊ ഈ മുന്തിരിത്തോട്ടം ഇസ്രായേലിന്റെയും യഹൂദയെയും കുറിച്ചാണ്. അതായത് നിങ്ങളെയും എന്നെയും കുറിച്ചാണ്, ദൈവത്തിന്റെ സഭയെക്കുറിച്ചാണ്, ദൈവത്തിന്റെ മക്കളെക്കുറിച്ചാണ്. ഒരാൾ പറഞ്ഞ പോലെ ഇത് പാട്ടിന്റെ ആ കവിതയുടെ അവസ്ഥ കഴിഞ്ഞു. ഇനി ഇതിന്റെ വ്യാഖ്യാനവും പ്രായോഗികതയും ന്യായവിധിയും വരികയാണ്. ദൈവം പ്രതീക്ഷിച്ചതായ, സൈന്യങ്ങളുടെ യഹോവ പ്രതീക്ഷിച്ചതായ ഫലം എന്തായിരുന്നു? നീതിയും ന്യായവും. നീതിയും ന്യായവും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതാണ്. നീതിയും ന്യായവും ഞാൻ പ്രതീക്ഷിച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം യഹോവയുടെ ഇസ്രായേൽ ഗ്രഹവും അതിന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്ന 7-ാം വാക്യം. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം, നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. ന്യായവും നീതിയുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രവാചകന്മാരെല്ലാം പറയുന്ന കാര്യമാണ്. യെരമ്യാ പ്രവചന്റെ പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം കേൾക്കാം. യെരമ്യാവ് 7:5, നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ. നീതി ന്യായമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. യെരമ്യാവ് 21:12, യെരമ്യാ പ്രവചന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷം നിമിത്തം എൻ്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുകയും. നീതിന്യായ ദൈവം പ്രതീക്ഷിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകത്തിലെ 45-ാം അധ്യായം, എസെക്കിയേൽ 45-ന്റെ 9-ാം വാക്യത്തിൽ എസെക്കിയേൽ പ്രവാചകനും പറയുന്നത് മറ്റൊന്നല്ല. പ്രവാചകന്മാർ ദൈവമക്കളുടെ നടുവിൽ അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് എസെക്കിയേൽ 45-ന്റെ 9. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ, എൻ്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിരുന്ന യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. ആമോസിന്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം, ആമോസ് 5:24, ആമോസിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. മീക്ക വളരെ പ്രധാനമായിട്ട്, മീക്ക 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ മീക്ക പറഞ്ഞു,
അവിടെയും പറയുന്നു, മനുഷ്യ നല്ലതെന്തോ ഞാൻ അവൻ ഇതിനെ കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ല എന്താകും ദൈവം യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഒരു വാക്യം കൂടെ, സക്കറിയ പ്രവചന്റെ പുസ്തകത്തിൻ്റെ 7-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരന്റെ ദയ കാണിക്കുകയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. ഇപ്പൊ പ്രവാചകന്മാർ ആവർത്തിച്ച് പറയുന്നു, നീതിന്യായോ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലം. ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിൽ നീതിന്യായവുമാണ്. പക്ഷെ ഇവിടെ കിട്ടിയത് എന്താണ്? ദൈവം കാത്തിരുന്നത് നീതിക്ക് വേണ്ടി, പക്ഷെ ന്യായത്തിനു വേണ്ടി കാത്തിരുന്നപ്പോൾ കിട്ടിയത് അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, കിട്ടിയത് നാശം, ഭീതി. എന്താണ് 7 വാക്യത്തിന്റെ രത്നച്ചെരുക്കം? അത് വളരെ പ്രധാനമാണ്. ഇതൊരു വീരഗാഥയാണ്, ഒരു നാടൻ പാട്ട് പോലെ തകർന്ന ഹൃദയത്തിന്റെ ഗാനമാണ്. ആലങ്കാരിക രൂപത്തിൽ പകരം ചെയ്യാൻ കഴിയാത്ത സ്നേഹം സ്വീകരിച്ചവർ, അവർ സ്വീകരിച്ച സ്നേഹം, സ്വീകരിച്ച കരുതൽ, സ്വീകരിച്ച പരിലാളനം, തലോടൽ, പക്ഷെ അതിന് പകരം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഒരു തോട്ടക്കാരൻ വളരെ സൂക്ഷ്മതയോടെ ഒരു തോട്ടമൊരുക്കി, മുന്തിരിത്തോട്ടമൊരുക്കി, നല്ല വിളവ് പ്രതീക്ഷിച്ചു. അതിന് തക്ക നല്ല മുന്തിരി വള്ളിയാണ് നട്ടത്. വള്ളിയുടെ കുഴപ്പമല്ല, നട്ടത് നല്ല മുന്തിരി വള്ളിയാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നല്ല വക മുന്തിരി വള്ളി നട്ടു. 2-ാം വാക്യം, നല്ല വക മുന്തിരി വള്ളിയാണ് നട്ടത്, വള്ളിയുടെ കുഴപ്പമല്ല. ഒരു കൃപ നിറഞ്ഞ തോട്ടക്കാരനെ പോലെ എന്തൊക്കെയാണോ താൻ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തു. പക്ഷെ അവസാനം തനിക്ക് കിട്ടിയത് നിരാശയാണ്. ഇത്രയും സ്നേഹം പകർന്നു കൊടുത്തിട്ടും നമ്മുടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അത് മനസ്സിലാകും. ഇത്രമാത്രം സ്നേഹം കൊടുത്ത് വളർത്തിയെടുത്തിട്ടും പരിപാലിച്ചിട്ടും കരുണയും സ്നേഹവും എല്ലാം കാണിച്ച് സ്വയം ത്യാഗം സഹിച്ച് നമ്മളവരെ വളർത്തിയെടുത്ത് തിരിച്ചു കിട്ടുന്നത് എന്താണ്? ഈ തോട്ടക്കാരൻ നിരാശനാണ്, വളരെയധികം നിരാശയാണ്, നെടുവീർപ്പിടുകയാണ്. അതുകൊണ്ടാണ് 4-ാം വാക്യം ഇങ്ങനെ ചോദിച്ചത്, നെടുവീർപ്പിൽ നിന്ന്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? നിങ്ങൾ പറ, മക്കളോട് ചിലപ്പോൾ അപ്പനും അമ്മയും, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? എല്ലാം തന്നില്ലേ? ഇവിടെ ചോദിക്കുകയാണ് ഇവരോട്, എന്താ നിങ്ങൾക്കിനി ചെയ്യാനുള്ളത്? ഇത് യെരുശലേമിനെയും യഹൂദ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എന്നോടുമുള്ളതാണ്, എല്ലാ ദൈവ മക്കളോടുള്ളതാണ്, കർത്താവിൻ്റെ സഭയോടുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയും സംരക്ഷണവും കരുതലും പരിപാലനവും നടത്തിപ്പും അനുഗ്രഹങ്ങളും എല്ലാം വാങ്ങിയ, സ്വീകരിച്ച് അനുഭവിച്ച ദൈവ മക്കളോട് ചോദിക്കുകയാണ്, ഞാനിനി എന്താ ചെയ്യാനുള്ളത്? 7-ാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് ഇത് ആരെക്കുറിച്ചാണ് എന്ന്. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അതിൻ്റെ മനോഹരമായ നടുതൽ യഹൂദ പുരുഷന്മാരുമാണ്. അപ്പോൾ ദൈവ മക്കളാണ്. ദൈവമക്കളോട് ദൈവത്തിന് പറയാനുള്ളത് കേൾക്കണം. ദൈവമക്കൾ അപ്പൻ പറയുമ്പോൾ കേൾക്കണം, അത് അനുസരണമാണ്. നിങ്ങൾ എൻ്റെ സന്തോഷമുള്ള നടുതലയാണ്. ഭൂമിയിൽ ദൈവത്തിന് സന്തോഷമുള്ളത് ദൈവത്തെ മക്കളെയാണ്, സഭയാണ്. ഭൂമിയിലെ വലിയ കെട്ടിടങ്ങളും കുറിച്ച് ഖലീഫയും താജ്മഹലും ഒന്നും ദൈവത്തിനൊന്നും ഒരു വിഷയമേ അല്ല. ദൈവത്തിന് വിഷയം തൻ്റെ മക്കൾ, തൻ്റെ സഭയാണ്. അത്രമാത്രം താൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു തോട്ടക്കാരൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ തോട്ടക്കാരൻ ചെയ്യുന്ന 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു കാണും. താൻ ഒരു മുന്തിരിത്തോട്ടം ഒരുക്കി. ഒരു തോട്ടക്കാരൻ മുന്തിരിത്തോട്ടം ഒരുക്കി. ഇത് കേൾക്കുമ്പോൾ നാം സ്വയം നമ്മുടെ ജീവിതത്തെ ചിന്തിക്കണം. ഒരു നല്ലൊരു മുന്തിരിത്തോട്ടം നല്ലതായിട്ട് ഒരുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം കല്ലൊക്കെ പെറുക്കി കളയാന്ന് പറഞ്ഞാൽ അതിങ്ങനെ തട്ടായിട്ട് ഒരുക്കിയെടുക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. ആ മുന്തിരി വള്ളിക്ക് വളർന്ന് പന്തലിച്ച് ഫലം കായ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ തോട്ടക്കാരന് ഒരുക്കി കൊടുക്കുകയാണ്. താൻ മുൻകാഴ്ച ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ചെയ്യുന്നത്. ആ കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞു. മുന്തിരിവള്ളിക്ക് തടസ്സം, വളർച്ചയ്ക്ക് എൻ്റെ വേര് വികസിച്ച് മുന്നോട്ട് പായുവാൻ തടസ്സമായി എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കുകയാണ്. മുന്തിരിവള്ളി വളരാൻ ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആത്മീയമായി ബലപ്പെടുത്താൻ, വളർത്തിയെടുക്കാൻ, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പൊക്കിൾക്കൊടി മുറിക്കാത്ത അവസ്ഥയിൽ രക്തം മുഴുവൻ വാർന്നു പോകാതെ രക്തം മുഴുവൻ പുരണ്ട് കിടന്ന് നമ്മെ കർത്താവ് കഴുകി വെടിപ്പാക്കിയില്ലേ? ഈ മുന്തിരിത്തോട്ടത്തോട് ഈ മുന്തിരിത്തോട്ടം കടപ്പെടുന്നത് ആരോടാണ്? അതിൻ്റെ ഉടമസ്ഥനോട്, അതിനെ നട്ട ഉടമസ്ഥനോട്. യഹൂദ രാജ്യത്തിന്, ഇസ്രായേലിന് ദൈവം ജീവിതം കൊടുത്തവർക്ക്. അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവന്നു. തൻ്റെ നിയമം കൊടുത്ത്, സമാഗമന കൂടാരം കൊടുത്തു.
തൻ്റെ സാന്നിധ്യയുടെ നടുവിൽ കൊടുത്തു. താൻ അവരെ സ്വന്തം മക്കളെ പോലെ, എൻ്റെ പ്രിയതമൻ്റെ മുന്തിരിത്തോട്ടം. അതുകൊണ്ടാണ് ഇവരെ ദൈവം തൻ്റെ മക്കളായി, മുന്തിരിത്തോട്ടമായി, പ്രിയതമനെന്നും പ്രിയ എന്നൊക്കെ വിളിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ശരിയല്ലേ ഇത്? നമ്മൾ ആരായിരുന്നു? കൊരിന്ത്യർ പറഞ്ഞു, പണ്ട് നിങ്ങൾ വാവിഷ്ടക്കാരും പിടിച്ചുപറിക്കാരും വിഗ്രഹാരാധികളും അന്ധവിശ്വാസികളും വ്യഭിചാരികളും ഒക്കെ ആയിരുന്നല്ലേ നിങ്ങൾ? അങ്ങനെയുള്ള നിങ്ങളെ ദൈവം വിളിച്ചുകൊണ്ടുവന്ന് സുവിശേഷത്തെ വിളിച്ച് വേർതിരിച്ച് കഴുകി വെടിപ്പാക്കി തൻ്റെ ആത്മാവിനെ നൽകി. ദൈവം ഒരുക്കിയില്ല നിങ്ങളെ. രണ്ടാമത് ദൈവം നിലമൊരുക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ നിലമൊരുക്കുകയാണ്. നല്ല വക മുന്തിരിവള്ളി നട്ടാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കണം. അതിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ക്രമീകരിക്കണം. വളർന്ന് പന്തലിക്കുമ്പോൾ അത് പാറയുടെ കമ്പുകളൊക്കെ വെച്ച്, അല്ലെങ്കിൽ നല്ല വള്ളികളൊക്കെ വെച്ച്, നല്ല തടിയൊക്കെ വെച്ച് മണ്ണിൽ ഉറപ്പിച്ചത് വള്ളി പടർന്നിങ്ങനെ പന്തലിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ മുന്തിരി കുളിച്ചതിൻ്റെ പാരം കൊണ്ട് വള്ളി ഒടിഞ്ഞു വിട്ടു പോകും. അതെല്ലാം ക്രമീകരിക്കണം. എൻ്റെ ഇടയ്ക്ക് കള വളരാതെ നോക്കണം. കള വളർന്ന് മുന്തിരിവള്ളി കൂടെ കൂടി കയറിച്ചെന്ന് വളർന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവസാനം ബുദ്ധിമുട്ടുണ്ടാക്കും. ശ്വാസം മുട്ടിപ്പോകും മുന്തിരിവള്ളി. അത് അനുവദിച്ചില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആത്മീയ ജീവിതത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു രോഗങ്ങൾ വരാതെ, ഒരു ഇലയിൽ പുഴു വന്നാൽ അത് വെട്ടിക്കളഞ്ഞ് അതൊക്കെ ചെയ്യും. രോഗം വരാതെ നോക്കി, നശിക്കാതെ നോക്കും. എല്ലാ കാലാവസ്ഥയും അതിജീവിക്കാനുള്ള സംവിധാനം ഒരുക്കും. അധികം വലിയ വെയിലുണ്ടെങ്കിൽ അതിന് മുകളിൽ മറ്റ് തണലിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. ഒരു തോട്ടക്കാരൻ എത്ര മനോഹരമായിട്ടാണ് ഈ നിലത്തെ അല്ലെങ്കിൽ മുന്തിരി തോട്ടത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ദൈവം സ്നേഹിച്ച് ക്രമീകരിച്ചത്? ദൈവം യഹൂദയെ സംബന്ധിച്ച് തൻ്റെ ജനത്തെ ദൈവം നിരീക്ഷിക്കുകയാണ്. ഒരു വലിയ പരുന്ത് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണും ദൈവം അവരെ സംരക്ഷിച്ചു. അവർക്ക് വേണ്ടതെല്ലാം ദൈവമക്കൾക്ക് വളരാൻ ആവശ്യമായ, ദൈവമക്കൾക്ക് വളർന്ന് വികസിച്ച് ഫലം കായ്ക്കാൻ ആവശ്യമായി എല്ലാ ദൈവം നൽകി. തൻ്റെ സ്നേഹം കൊണ്ട് അവരെ പൊതിഞ്ഞു നിർത്തി, തൻ്റെ സംരക്ഷണ വലയത്തിലാക്കി. അവൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, ദൈവജനത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം കൊടുത്തു. ഒരു ആവശ്യവും ശ്രദ്ധിക്കാതെ പോയില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആ കുഞ്ഞിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കൾ കഴിച്ചില്ലെങ്കിൽ പോലും മക്കൾക്ക് അത് ആഹാരം വയറ് നിറയെ കൊടുക്കും. മക്കൾ അവർക്ക് ഏറ്റവും വലുതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ഈ മുന്തിരിത്തോട്ടത്തിന് അതിന് വളരാൻ വേണ്ടതെല്ലാം, ഫലം കായ്ക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടക്കാരൻ ചെയ്തു. നമുക്ക് വേണ്ടെന്നില്ല, നടത്തിപ്പ് തന്നു, സംരക്ഷണം തന്നു, പരിപാലനം തന്നു, വൈകാരികമായ ബലം തന്നു, ഈ ലോകത്തെ നേരിടാനുള്ള ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് തന്നു, അതിനുള്ള ഉപദേശങ്ങൾ തന്നു. തൻ്റെ സ്നേഹസമ്മിശ്രമായിട്ടുള്ള ആ പരിപാലനത്തിൻ്റെ കരുതലിൽ, ചിറകിൽ നമ്മളെ ചേർത്ത് വെച്ചു. ഇതല്ലേ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. മൂന്നാമത് ആ തോട്ടത്തെ സംരക്ഷിച്ചു. ഒരു ഗോപുരം പണി, ഒരു ഗോപുരം പണിത് കാവലെ ഏൽപ്പിക്കാനാണ്. താൻ തന്നെ കാവൽക്കാരനായി. ഒരു മൃഗങ്ങളും കയറി വന്ന് ചവിട്ടി നശിപ്പിക്കാതിരിക്കാൻ. വളർന്നു വരുന്ന സമയത്ത് മൃഗങ്ങൾ കയറി വരും. അതിൻ്റെ ഇലയ്ക്ക് പ്രത്യേക രുചിയുണ്ട്. അത് കടിച്ചു തിന്നുകൊണ്ട് പോകും. മുളകൾ, ഒരു ചെടിയുടെ അടിയിൽ വരുന്ന മറ്റ് പുതിയ മുളകൾ അത് കടിച്ചു തിന്നാൻ വരും. ഇതൊന്നും വരാതിരിക്കാൻ, വേര് നശിപ്പിക്കാതിരിക്കാൻ, ചെടി നഷ്ടപ്പെടാതിരിക്കാൻ, രണ്ടാം വാക്യം പറയുന്നത് എല്ലാ വിധത്തിലും അതിന് ആ ഗോപുരം പണിത് കാവലേർപ്പെടുത്തി. എന്നാൽ ഒരു ശത്രുവിനെ നശിപ്പിക്കരുത്. അതിന് വിശ്വസ്തയോടെ വളർന്ന് പന്തലിക്കണം. ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ, ഒരു അപ്പൻ അമ്മ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന പോലെ ഈ തോട്ടക്കാരൻ കുടുംബത്തെ, ഈ മുന്തിരിത്തോട്ടം സംരക്ഷിക്കുക. അതുകൊണ്ടാണ് 7-ാം വാക്യം മനോഹരമായ എൻ്റെ നടുതലയാണ് നിങ്ങൾ എന്ന് പറഞ്ഞത്. ഇതേ സംരക്ഷണം ചെയ്യുന്നില്ല ജനത്തിന് കൊടുത്ത്, യഹൂദയ്ക്ക് കൊടുത്ത്, ഇസ്ലാമിന് കൊടുത്ത്, അവരെ സംരക്ഷിച്ച്, അവരെ കാവൽ ചെയ്തു. എല്ലാ തരത്തിലുള്ള ഇര പിടിക്കുന്ന അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളിൽ നിന്ന്, പ്രൊഡക്റ്റേഴ്സിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. മറ്റ് ശത്രുരാജ്യങ്ങൾ കീഴ്പ്പെടുത്താതെ യഹോവ അവർക്ക് യുദ്ധം ചെയ്തു. അവർക്ക് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരെ ജയിപ്പിച്ചു. താനവരുടെ സംഗീതമായി. എല്ലാ പ്രതികൂലത്തിൻ്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷ നടുവിൽ താൻ അവർക്ക് സുരക്ഷിത കോട്ടയായി. നാലാമതായിട്ട് തോട്ടക്കാരൻ ചെയ്തെന്താണ്? ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതാണ് ഒരു ചക്കിട്ടു, മുന്തിരിച്ചക്ക്. മുന്തിരിങ്ങ പഴുത്ത് കഴിയുമ്പോൾ പറിച്ചിട്ട് ചവിട്ടി മുന്തിരിങ്ങയുടെ വീഞ്ഞെടുക്കാൻ തക്കവണ്ണമുള്ള ചക്ക് മുൻകൂട്ടി ഇടുകയാണ്. കാരണം താൻ പ്രതീക്ഷിക്കുകയാണ്. നല്ല ഫലം കാരണം വേണ്ടതെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ നല്ല ഫലം കായ്ക്കുക എന്നുള്ളത് ഈ മുന്തിരി വള്ളിയുടെ തിരിച്ചുള്ള മറുപടിയാണ്. നന്ദിയായിരിക്കണം. ഒരു വളരെ പ്രതീക്ഷയോടുകൂടി, ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. മുന്തിരിച്ചക്കവിടെ ക്രമീകരിച്ച് 2-ാം വാക്യം പറയുന്ന പോലെ ഒരു
ഒരു ചക്കും ഇട്ടു. മുന്തിരിക്ക വിളഞ്ഞതിന് ശേഷമല്ല ചക്കിട്ടു, നേരത്തെ ചക്കിട്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രതീക്ഷ കാണിക്കുക. ആ മുന്തിരിങ്ങ പഴുത്ത് കഴിയുമ്പോൾ, ഉണ്ടായി കഴിയുമ്പോൾ, പഴുത്ത് കഴിയുമ്പോൾ അത് പറിച്ച് ആ വിളവിൻ്റെ സമയത്ത് ഉപയോഗിക്കത്തക്കുള്ള ചക്കിട്ടു. ഇപ്പം ഫലപ്രദമായ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. തൻ്റെ കരുതൽ അത്രമാത്രമാണ്. ഈ കരുതൽ സ്വീകരിച്ചതായ ഏത് മുന്തിരിവള്ളി ന്യായമായിട്ടും തീർച്ചയായിട്ടും ഫലം കായ്ക്കണം. തീർച്ചയായിട്ടും ഫലം കായ്ക്കണം. മനോഹരമായ ഫലം കായ്ക്കണം, സമൃദ്ധമായി കായ്ക്കണം. പക്ഷെ വിളവെടുപ്പിൻ്റെ സമയം വന്നപ്പോൾ ഈ മുന്തിരിവള്ളിയിൽ നിന്ന് കിട്ടിയത് എന്താണ്? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കാട്ടുമുന്തിരിങ്ങ, ചീയുന്നത്, കയ്പുള്ളത്, വായിക്കത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കയ്പ് കൊണ്ട് നിറഞ്ഞ മുന്തിരിങ്ങ. ചില കാട്ടുമുന്തിരി കണ്ടാൽ മുന്തിരിങ്ങ പോലെ ഇരിക്കും. മുന്തിരിങ്ങൾ അത് നിറമായിരിക്കും, പക്ഷെ വായു വയ്ക്കാൻ പറ്റില്ല. ചിലത് വിഷാംശവുമുണ്ട്. ആ തരത്തിലുള്ള മുന്തിരിങ്ങയാണ് കായ്ച്ചത്. അതുകൊണ്ടാണ് വേദനയോടെ ദൈവം ചോദിച്ചത്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ഇത് കേൾക്കുന്ന ദൈവജനത്തോട് ദൈവം നിങ്ങൾ തന്നെ വിധിക്കേ, നിങ്ങൾ തന്നെ വിധി നടത്തും. ദാവീദിന്റെ കാര്യം പറഞ്ഞു, നീ തന്നെ വിധി നടത്തും. ഈ സംഭവത്തിന് വിളിച്ച് നിനക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇത്രയും സമ്പന്നതയും സൗകര്യങ്ങളും സമൃദ്ധിയും തന്നിട്ട് നീ ഒരു ആട്ടുകുട്ടി മാത്രമുള്ള മനുഷ്യന്റെ വീട്ടിൽ കയറി ആട്ടുകുട്ടിയെ കവർന്നില്ലേ? നീ തന്നെയല്ലേ ഇത്? ദൈവം എന്നോടല്ലേ ചോദിക്കുന്നത്? ദൈവം നമ്മോട് ചോദിക്കണം, നീ തന്നെ വിധി നടത്തും. ഇത്രമാത്രം പ്രയോജനമില്ലാത്ത ഫലമുണ്ടാകാൻ കാരണം എന്താ? എൻ്റെ 3-ാം വാക്യം ദൈവം ചോദിച്ചതുപോലെ, ആകയാൽ യെരൂശലേം നിവാസികൾ യഹൂദ പുരുഷന്മാരുമായുള്ളവർ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ മധ്യേ വിധിപ്പീൻ. എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടം, ഞാനും എൻ്റെ ദൈവം, എൻ്റെ മക്കളും തമ്മിൽ ഈ ബന്ധത്തെ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ പറ മറുപടി. ഈ ഗാനത്തിൻ്റെ അവസാനം ദൈവം അവസാനം 5-6 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെ വിളിച്ചുകൊണ്ടുവരും. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യും നിങ്ങളോട് അറിയിക്കും. ദൈവത്തിൽ നിന്ന് എല്ലാം വാങ്ങിച്ചിട്ടും നമ്മുടെ ജീവിതം വേണ്ട വിധത്തിൽ പ്രതികരിക്കാതിരുന്നാൽ നാം കൈകഴുകി പോകാൻ പറ്റില്ല. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും, അതിന് തിരിച്ചടി ഉണ്ടാകും. ഇത് വ്യക്തമായി പറയുന്നു. എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഇത്രയും കരുതിയ ദൈവം തന്നെയാണ്. ഈ കരുതുന്ന ദൈവത്തിന് മാത്രമേ നമ്മളെ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. ഇത്രയും കരുതിയ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ എൻ്റെ വേലി പൊളിച്ചാണ്, അത് തിന്നു പോകും. ദൈവം അതിന് വേലി പൊളിക്കാൻ കാത്തു നിൽക്കുകയാണ് കാട്ടുമൃഗങ്ങൾ. ദൈവമക്കളുടെ ചുറ്റുമുള്ള സംരക്ഷണത്തെ, ആ സംരക്ഷണം നീക്കാൻ കാത്തിരിക്കുകയാണ് സാത്താനും അവൻ്റെ സൈന്യവും. ഞാൻ എൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാനതിനെ ശൂന്യമാക്കും. അത് വള്ളിത്തലം മുറിക്കുമ്പോഴാണ് കൂടുതൽ വളരുന്നത്. വള്ളിത്തലം മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരിയെ മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘം കൊണ്ട് കൽപ്പിക്കും. അതേ സൃഷ്ടാവാണ്. ഇതാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിച്ചു. ദൈവം അവരോട് വ്യക്തമായി പറഞ്ഞു, ഞാൻ എൻ്റെ ന്യായവിധി കൊണ്ടുവരികയാണ്. പക്ഷെ അത് ന്യായമാണ്. നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും. ഒരിക്കലും സ്നാനമേറ്റു രക്ഷിക്കപ്പെട്ടെന്നുകൊണ്ട് സുരക്ഷിതരാണെന്നുള്ള ചിന്തയിലാണ് പലരും ജീവിക്കുന്നത്. അത് അബദ്ധമാണ്, വചനവിരുദ്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപയും സ്നേഹവും കരുതലും സംരക്ഷണവും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ട് കാട്ടുമുന്തിരിങ്ങയാണ് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ ഫലശൂന്യത എന്ന് പറയുന്നത് നിഷ്ഫലമാണ്. കൊള്ളാത്ത അവസ്ഥയാണ്. ഫലമില്ലാത്തത് കൊള്ളാത്ത അവസ്ഥയാണ്. ഈ പാട്ടിൻ്റെ പാഠം എന്താണ്? അത് ദൈവം അവർക്ക് വരുന്ന ന്യായവിധി തന്നെയാണ്. ദൈവം അവർക്ക് കൊടുക്കുന്ന ന്യായവിധി. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുവെങ്കിൽ അതിനൊരു ന്യായവിധി ഉണ്ടാകും. നട്ടത് നല്ല വക മുന്തിരി വള്ളിയാണ്. എന്താ പ്രശ്നം? അത് പിന്നീട് 6 ശാപത്തിലൂടെ നമുക്ക് കാണാം, 6 കഷ്ടതകളിലൂടെ. അപ്പൊ ഈ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിന് കാരണമുണ്ട്. നമുക്കിത് പിന്നീട് നോക്കാം. അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അപ്പോൾ തോട്ടക്കാരനോട് അവിശ്വസ്തത കാണിച്ചു. ദൈവം ചോദിക്കണം, നിങ്ങൾ തന്നെ വിധിപ്പിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഇനി ചെയ്യാൻ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും കരുതലും സ്നേഹവും എല്ലാം നടത്തിപ്പും വാങ്ങിക്കൂട്ടിയിട്ട് സ്വീകരിച്ചിട്ട് എന്താണ് അവർ തിരിച്ചു കൊടുത്തത്? നാം എന്താ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴും ദൈവത്തോട് താ എന്ന് പറയുന്ന അവസ്ഥ മതിയാകുന്നില്ല. തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടതെല്ലാം സമർത്ഥമായി തന്നു. ഇതെല്ലാം വാങ്ങുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്.
പക്ഷെ ദൈവത്തിന് മഹത്വമില്ല, ആരാധനയില്ല, സ്തുതിയില്ല, വിശുദ്ധ ജീവിതമില്ല. ലോകത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടാൻ ദൈവമക്കളായ നാം കാരണവുമാകുന്നു. എത്ര നാൾ ഇത് തുടരും? ഇപ്പൊ ദൈവം ആ മുന്തിരിത്തോട്ടത്തോട് ചെയ്തത് നമ്മുടെ ജീവിതത്തോട് ചെയ്തത് എന്തായിരിക്കും? അപ്പൊ ഇത് ദൈവമക്കളുടെ അവസ്ഥ. ഇത് തന്നെയല്ലേ ദൈവം നമുക്ക് വേണ്ടി നമ്മളോട് പറയുന്നത്, ചോദിക്കുന്നത്? രക്ഷ തന്നു, ക്രിസ്തുവിൽ തല അനുഗ്രഹം തന്നു, സ്നേഹം തന്നു. എന്നിട്ട് നാം അവൻ്റെ മുമ്പിൽ നടക്കാൻ പ്രതീക്ഷിക്കുകയാണ്. വിശ്വാസത്തോടും അനുസരണയോടും കൂടി അവൻ്റെ മുമ്പിൽ നടക്കണമെന്ന് മാത്രമേ ചോദിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ, നീതി ന്യായവും, മറ്റൊന്നും വേണ്ട, നിങ്ങൾ അതുമാത്രം എനിക്ക് താ. നീതിയോടെ ജീവിപ്പ്, ന്യായത്തോടെ ഇടപെട്, അതുമാത്രം എനിക്ക് താ. പക്ഷേ ദൈവമക്കൾ എന്ന് പറയുന്നവർ ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചവർ, കരുതൽ സ്വീകരിച്ചവർ ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് താല്പര്യമില്ല, ആത്മീകമായി വളരാൻ താല്പര്യമില്ല. അങ്ങനെ വന്നാൽ ന്യായവിധിയല്ലാതെ മറ്റൊന്നില്ല. ഇതിൻ്റെ മറുപടിയിലേക്ക് ഒരു കാര്യം മാത്രം പറഞ്ഞ് നിർത്താം. 8 മുതൽ 23 വരെ ഈ വിപത്തുകൾ, ദുരിതങ്ങൾ, മഹാകഷ്ടങ്ങൾ 6 അവിടെ അവതരിപ്പിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം പ്രവാചകനിലൂടെ പറയുന്നത് ഈ അവസ്ഥ, ദൈവമക്കളുടെ ഈ അവസ്ഥ വിളിച്ചു വരുത്തുന്നത് 6 ദുരിതങ്ങളാണ്. 6 ദുരിതങ്ങൾ അതോടെ വ്യക്തമായി കാണിച്ചു. ഒന്നാമത്തെ ദുരിതം 8 മുതൽ 10 വരെ, യെശയ്യാവ് 5-ാം അധ്യായം. എന്നാൽ ഇതാ ഭീതി, തങ്ങൾ മാത്രം ദേശമധ്യയെ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാത്ത ശൂന്യമാകും നിശ്ചയം. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫായും മാത്രം കിട്ടും. ഒന്നാമത്തെ വിപത്ത്, ഒന്നാമത്തെ കഷ്ടം, ഒന്നാമത്തെ ദുരിതം എന്ന് പറയുന്നത് അവരുടെ ദ്രവ്യാഗ്രഹമുള്ള ജീവിതത്തിൻ്റെ ഫലമാണ്. ഒരുപക്ഷെ ഫലം കായ്ക്കാൻ പറ്റാത്തതിൻ്റെ കാട്ടുമുതൽ കാഴ്ചൻ്റെ കാരണം തന്നെ അതാണ്. അവരുടെ ജീവിതം ലോകത്തിന് വേണ്ടിയാണ്, ലോകസുഖങ്ങൾക്ക് വേണ്ടിയാണ്, ലോകത്തിൻ്റെ കൈയടിക്ക് വേണ്ടിയാണ്, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയാണ്. എത്ര കിട്ടിയിട്ട് മതിയാകാത്ത ജീവിതമാണ്. അപ്പോൾ പിന്നെ ഫലം എങ്ങനെ കായ്ക്കും? അതാണ് ആദ്യത്തെ വിപത്ത്. അത് അവരോട് പറഞ്ഞ 8-ാം വാക്യത്തിൽ, നിങ്ങൾ നിലത്തോട് നിലം കൂട്ടുന്നു, വീടോട് വീട് കൂട്ടുന്നു. ദൈവത്തിൻ്റെ നിയമം പഴയ കാലത്ത് വ്യക്തമായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഈ വാഗ്ദത്ത നാട്ടിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിറ്റുകളയരുത്, നിങ്ങളെ സൂക്ഷിക്കണം. 50-ാമത്തെ വർഷം നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ചില നിയമങ്ങളുണ്ട്. ലേവ്യാവസ്ഥ 25-ാം അധ്യായം. ലേവ്യാവസ്ഥ 25-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതൽ 17 വരെ വായിക്കാൻ അല്പസമയം മുന്നോട്ടെടുത്താൽ ഈ വിഷയം നമുക്ക് തീർത്തിട്ട് പോകാം. യോവേൽ സംവത്സരത്തിന് പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം നിന്റെ കൂട്ടുകാരോട് വാങ്ങണം. അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്ന വില ഉയർത്തണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്ന വില താഴ്ത്തണം. അനുഭവത്തിൻ്റെ കാലസംഖ്യക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്തത് നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ നിങ്ങളുടെ ദൈവം യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് 25-ാം അധ്യായം 13 17 പറഞ്ഞിട്ട് അതേ അധ്യായത്തിൻ്റെ 23-ാം വാക്യം ഇങ്ങനെ പറയും, ദേശം എനിക്കുള്ളതാകുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. അതിൻ്റെ 24-ാം വാക്യം. ദേശം എൻ്റേതാണ് ദൈവം വ്യക്തമായി പറയും. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം വ്യക്തമാണ്. ഇത് ഈ 50-ാമത്തെ വർഷം തിരിച്ചു കൊടുക്കണം ഉടമസ്ഥന്. ആ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ നിയമം 8-ാം നൂറ്റാണ്ട് BC, ക്രിസ്തു വർഷത്തിന് മുമ്പുള്ള 8-ാം നൂറ്റാണ്ട് BC ഈ നിയമങ്ങളൊക്കെ മറന്നു. ദൈവമക്കൾ ഈ നിയമങ്ങളൊക്കെ മറന്നു. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ ഇവിടെ യെശയ്യാവും മീഖായും ആമോസുമെല്ലാം ഈ കാര്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. മീഖയുടെ പുസ്തകം 2-ാം അധ്യായം 2-ഉം 9-ഉം വാക്യം കേൾക്കാം. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. 9-ാം വാക്യം മീഖ 2. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എൻ്റെ മഹത്വം സദാകാലത്തേക്ക് അപകരിച്ചു കളയുന്നു. പുറപ്പെട്ടു പോകുവിൻ. ആമോസ് 2-ാം അധ്യായം. ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതേ അവസ്ഥ കാണാൻ സാധിക്കും. ആമോസ് 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 3-ാം നാൾ അതിക്രമ നിമിത്തം അവൻ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിട്ടുകളഞ്ഞിരിക്കെ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. ഇങ്ങനെയുള്ള മലിനകരമായ അവസ്ഥ ഇവിടെ യെശയ്യാവ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു.
നിലത്തോടുതെല്ലാം കൂട്ടുന്നു, വീടോട് വീട് കൂട്ടുന്നു. ദ്രവ്യാഗ്രഹം, ക്ലിയറായിട്ട് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കുറിച്ച് കാണാം. എൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ കേൾക്കെ സൈനികരുടെ യഹോവ അരുളി ചെയ്തു. അതായത് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കുറിച്ചാണ്. ഞാൻ കേൾക്കെ സൈനികരുടെ യഹോവ അരുളി ചെയ്തു. ദൈവം ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും. കാട്ടുമുന്തിരിങ്ങ കാഴ്ച നിങ്ങളുടെ സ്വഭാവം. ഇത്രയും നന്മകൾ സ്വീകരിച്ച നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു, നിങ്ങൾ ദ്രവ്യാഗ്രഹികളാണ്, ലോകത്തിലൂടെ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് മറ്റൊന്നും ഇപ്പം ചിന്തയില്ല. ദൈവത്തെക്കുറിച്ച്, അവൻ്റെ രാജ്യത്തെക്കുറിച്ച് ചിന്തയില്ല. സുവിശേഷ വേലയെക്കുറിച്ച് മറന്നുപോയി ദൈവമക്കൾ. പ്രതികൂല കാലാവസ്ഥയൊക്കെ പറയും, പക്ഷെ ചെയ്യാൻ കഴിയുന്ന മേഖലകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വ്യക്തിപരമായി മനുഷ്യരുടെ കർത്താവിനെ യേശുവിനെ സംസാരിക്കേണ്ടതാണ്. അത് ചെയ്യുന്നില്ല. അതിന് പകരം സ്വന്തം സൗകര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദൈവം സമ്പത്തിന് വിരോധമല്ല. ദൈവം ഒരിക്കലും സമ്പത്തിനും ദ്രവ്യത്തിനും വിരോധമല്ല. പക്ഷെ അതെങ്ങനെ നേടുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതെപ്പോഴും ദൈവത്തിൻ്റെ വിഷയമാണ്. എങ്ങനെയാണ് സമ്പത്ത് കൂട്ടുന്നത്, സമ്പത്ത് നേടുന്നത്, അതെങ്ങനെ വിനിയോഗിക്കുന്നു? നിശ്ചയമില്ലാത്ത ഭാവിക്ക് വേണ്ടി കൂട്ടിവെക്കുകയല്ല. ദൈവരാജ്യത്തിൻ്റെ വിസ്തീർണത്തിന് ഉപയോഗിക്കണം. ദൈവമക്കൾക്ക് വേണ്ടി അത് പ്രയോജനപ്പെടണം. അവസാനമായിട്ട് ദൈവം പറഞ്ഞ 10-ാമത്തെ വാക്യത്തിൽ, ഈ ദേശം ശപിക്കപ്പെടുകയാണ്. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫായും മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര വിതച്ചിട്ടും എത്ര നിലത്ത് വിത്തിട്ടിട്ടും തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഒരു ബത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 22.74 ലിറ്റർ. ഒരു ഹോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് ധാന്യം ഇളക്കുന്ന ഒരു അളവ് പാത്രം, പറ എന്നൊക്കെ പറയും. എൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ഈ കൃഷിക്കാർക്ക് അവർ ഈ 10 ഏക്കർ നിലത്തിടുന്ന വിത്ത്, ആ വിത്തിനുള്ളത് പോലും തിരിച്ചു കിട്ടുന്നില്ല. 10 ഏക്കർ കൃഷി ചെയ്യാൻ എത്രമാത്രം വിത്ത് വേണം, എത്രമാത്രം നെല്ല് വേണം, ഗോതമ്പ് വേണം, ചോളം വേണം. അത്ര ആ വിത്തിൻ്റെ ഒരു 10-ലൊന്ന് പോലും തിരിച്ചു കിട്ടുന്നില്ല. 10-ലൊന്ന് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. കാരണം നിലം ശപിക്കപ്പെടുകയാണ്. 10 കാണി മുന്തിരിത്തോട്ടം, 10 ഏക്കർ, 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. ഒരു ബത്ത് എന്ന് പറയുന്നത് 6 ഗാലൻ, 22.74 ലിറ്റർ. വളരെ തുച്ഛമായ പ്രതിഫലം, തുച്ഛമായിട്ടുള്ള വിളവ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വിത്തിൻ്റെ വില, വളത്തിൻ്റെ പോട്ടെ, വിത്തിൻ്റെ വില, വിത്തിൻ്റെ അളവ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഇതാണ് അതിൻ്റെ പാഠം. ഇത് ദൈവത്തിൻ്റെ ഒരു ശാപമാണ്, ദുരിതമാണ്, മഹാകഷ്ടമാണ്. കാരണം ദൈവം ഇത്രയും കരുതലും സ്നേഹവും പകർന്നു തന്നിട്ട് ഇത്രയും സമയം എടുത്തുകൊണ്ട് നടന്ന ദൈവത്തിൻ്റെ വാക്കുകളതാണ്, ഞാൻ നിങ്ങളെ ചുമന്നുകൊണ്ടതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജാഗരിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ കാത്തിരുന്നു ഉറങ്ങാതെ. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പരിപാലനവും പരിലാളനവും കൃപയും കടാക്ഷവും എല്ലാം അനുഭവിച്ചിട്ട് കാട്ടുമുന്തിരിങ്ങ കായ്ക്കാനാണോ നാം ദൈവത്തിൽ നിന്നൊക്കെ വാങ്ങിയത്? എന്തിനാണ് ജീവിക്കുന്നത്? ജീവിതത്തിൻ്റെ വ്യാഖ്യാനം, നിർവചനം എന്താണ്? എന്തിനാണ് ഞാൻ ഈ ജീവിക്കുന്ന ഭൂമിയിൽ? നിലത്തോട് നിലം കൂട്ടിച്ചേർക്കാനാണ്, വീടിനോട് വീട് കൂട്ടിച്ചേർക്കാനാണ്, ദ്രവ്യാഗ്രഹത്തിന് അടങ്ങാത്ത ആർത്തി ദ്രവ്യത്തോട്. ഇതിനാണോ ഞാൻ ജീവിക്കുന്നത്? അതുകൊണ്ടല്ലേ ഫലമില്ലാത്തത്. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തയില്ലല്ലോ. ബൈബിൾ വായനയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഒന്നുമില്ലല്ലോ. എത്ര വലിയ ശക്തമായ വാക്കാണ്. നമ്മൾ നമ്മളെ തന്നെ ദൈവം വിധിക്കാൻ പറയുകയാണ്. നീ തന്നെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. ഇത് എന്നോട് ചോദിക്കുകയാണ്. നിന്നെ ഞാൻ സംരക്ഷിച്ച് വഴി നിർത്തി പരിപാലിക്കുന്നു. നിന്റെ കാല് കല്ലിൽ തട്ടാതെ ഞാൻ നിന്നെ സൂക്ഷിക്കുന്നു. പക്ഷെ നീ തിരിച്ചെനിക്ക് എന്താ തരുന്നത്? നാം പ്രാർത്ഥനയോടെ ചിന്തിക്കേണ്ട സമയങ്ങളാണ്. ഇത് നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടരാൻ അടുത്ത പഠനത്തിൽ. ബാക്കി 5 ശാപവാക്കുകളും കൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ല വേറെ വഴിയില്ല. ഫലം കായ്ക്കുന്നവർക്ക് എൻ്റെ പ്രശ്നമില്ല, ഭയമില്ല. കാരണം അവർ കൃത്യമായി ദൈവത്തിൽ ലഭിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കാതെ ദൈവത്തിൻ്റെ കൃപയാൽ അവർ തിരിച്ച് പ്രതിഫലം നൽകുന്നുണ്ട്. ദൈവത്തിനെ അപമാനിക്കാൻ ഇടവരുത്തുന്നില്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കരയറ്റാൻ ജീവിക്കുന്നവർക്ക് ഇത് ഭയമല്ല. പക്ഷെ ഇത് ഭൂരിപക്ഷത്തിന് ഇത് ഭയമുണ്ടാക്കും. കാരണം അതാണ് അവസ്ഥ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. താങ്ക് യു.